ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു AlfaEduMate. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൈൻഡ് എന്നുള്ള വേർഡ് കൊണ്ട് ഈ ഒറ്റ വേർഡ് കൊണ്ട് നമുക്ക് കുറേ സെൻറ്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളായുള്ള സെൻറ്റൻസുകളാണ്, എന്നാൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, അത് ഉറപ്പാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈൻഡ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താണ്? മനസ്സ് എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത്. മൈൻഡ് മനസ്സ് എന്നാണ് അല്ലേ. അപ്പോൾ മൈൻഡ് എന്നുള്ള വേർഡിന് കുറേ മീനിങ്ങുകളുണ്ട് കേട്ടോ. കുറച്ചെണ്ണം ഞാൻ പറഞ്ഞുതരാം. അനുസരിക്കുക, അഭിപ്രായം പറയുക, ആലോചിക്കുക, ഉദ്ദേശിക്കുക, ശ്രദ്ധിക്കുക, കരുതുക, ലക്ഷ്യം വയ്ക്കുക, ഇങ്ങനെ കുറേ മീനിങ്ങുകൾ നമുക്ക് മൈൻഡ് എന്നുള്ള വേർഡിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മൈൻഡ് എന്നുള്ള വേർഡ് വെച്ചിട്ട് നമുക്ക് കുറേ സെൻറ്റൻസുകൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് സെൻറ്റൻസ് പറയണം. നീ നിൻ്റെ പണി പോയി നോക്ക് എന്ന് നമ്മൾ പറയാറില്ല. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു സെൻറ്റൻസാണ് നീ നിൻ്റെ പണി പോയി നോക്ക്. എങ്ങനെ നമുക്ക് മൈൻഡ് എന്നുള്ള വേർഡ് വെച്ചിട്ട് പറയാമെന്നറിയോ? മൈൻഡ് യുവർ ബിസിനസ് എന്നാട്ടോ. മൈൻഡ് യുവർ ബിസിനസ് എന്ന് നമുക്ക് പറയാവുന്നതായിട്ട്. ഇതൊരു ഇമ്പെറേറ്റീവ് സെൻറ്റൻസ് ആയിട്ടോ. റിക്വസ്റ്റ് ആയിരിക്കാം, പ്രെയർ ആയിരിക്കാം, കമാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഡർ ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ പറയുന്നത്. നീ നിൻ്റെ പണി പോയി നോക്ക്, മൈൻഡ് യുവർ ബിസിനസ് എന്ന് വെച്ചാൽ നിൻ്റെ ബിസിനസ്സിൽ മൈൻഡ് ചെയ്യുക എന്നാട്ടോ. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? നീ നിൻ്റെ പണി പോയി നോക്ക് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാം മൈൻഡ് യുവർ ബിസിനസ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ദെൻ ഞാൻ പറയാണ്, അവനോട് അവൻ്റെ പണി പോയി നോക്കാൻ പറയേ. ഇത് നമ്മൾ പറയാമല്ല, അവനോട് അവൻ്റെ പണി പോയി നോക്കാൻ പറയാമെന്ന് പറയാറുണ്ടെങ്കിൽ എങ്ങനെ പറയാമെന്നറിയോ? ടെൽ ഹിം ടു മൈൻഡ് ഹിസ് ബിസിനസ്. ടെൽ ഹിം ടു മൈൻഡ് ഹിസ് ബിസിനസ്. ടെൽ ഹിം ടു മൈൻഡ് ഹിസ് ബിസിനസ്. അവനോട് അവൻ്റെ പണി പോയി നോക്കാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ് സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്ങനെ പറയാമെന്നറിയോ? മൈൻഡ് യുവർ വേർഡ്സ്. മൈൻഡ് യുവർ വേർഡ്സ്. ഓക്കെ, നിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം എന്നാട്ടോ. ഇവിടെ മൈൻഡിൻ്റെ അർത്ഥം എന്താണ്? ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെയാട്ടോ വന്നത്. അപ്പോൾ മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പറയാട്ടോ. സൂക്ഷിച്ച് സംസാരിക്കണം, മൈൻഡ് യുവർ വേർഡ്സ്. ഇനി എന്താണ്? നിൻ്റെ ഭാഷ നീ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വൃത്തികേടുകൾ പറയരുത് എന്നൊക്കെ നമ്മൾ പറയാറില്ല. വൃത്തികേട് പറയരുത്, നീ ഉപയോഗിക്കുന്ന ഭാഷ നീ ശ്രദ്ധിക്കണം, നീ ഉപയോഗിക്കുന്ന വാക്കുകൾ നീ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റും മൈൻഡ് യുവർ ലാംഗ്വേജ്. മൈൻഡ് യുവർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ വൃത്തികേട് പറയരുത് എന്നാട്ടോ. വൃത്തികേട് പറയരുത്. ഓക്കെ, ഇനി പടികൾ സൂക്ഷിക്കണം എന്ന് പറയില്ലേ നമ്മൾ? സ്റ്റെപ്പുകൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയില്ല. എങ്ങനെ പറയാമെന്നറിയോ? മൈൻഡ് ദ സ്റ്റെപ്സ്. മൈൻഡ് ദ സ്റ്റെപ്സ്. സ്റ്റെപ്പുകൾ സൂക്ഷിക്കണം, പടികൾ സൂക്ഷിക്കണം എന്നാട്ടോ. ഇനി ഇരുട്ടാണ്, സൂക്ഷിക്കണം. എങ്ങനെ പറയാം? മൈൻഡ് ദ ഡാർക്ക്നെസ്. മൈൻഡ് ദ ഡാർക്ക്നെസ്. ഇരുട്ടാണ്, സൂക്ഷിക്കണം, മൈൻഡ് ദി ഡാർക്ക്നെസ്. ഓക്കെ, ഇനി സൂക്ഷിക്കണം, തലമുട്ടും എന്നൊക്കെ നമ്മൾ പറയില്ലേ? മൈൻഡ് യുവർ ഹെഡ്. മൈൻഡ് യുവർ ഹെഡ് എന്ന് വെച്ചാൽ നിൻ്റെ തല സൂക്ഷിക്കണം. തല സൂക്ഷിക്കണം എന്ന് വെച്ചാൽ തല അവിടെ മുട്ടുന്നത് സൂക്ഷിക്കണം എന്നായിട്ടോ. മൈൻഡ് യുവർ ഹെഡ്. ഓക്കെ, ഈ കുട്ടിയെ ഒന്ന് നോക്കണം. മൈൻഡ് ദ ചൈൽഡ്. മൈൻഡ് ദ ചൈൽഡ് എന്ന് പറയാം കേട്ടോ. തീ ഒന്ന് നോക്കണം. എങ്ങനെ പറയാം? തീ ഒന്ന് നോക്കണം. മൈൻഡ് ദ ഫയർ. മൈൻഡ് ദ ഫയർ എന്ന് പറയാം. ഇനി തീയാണ് സൂക്ഷിക്കണം എന്ന കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാം മൈൻഡ് ദ ഫയർ. തീയാണ് സൂക്ഷിക്കണം, മൈൻഡ് ദ ഫയർ. ഓക്കെ, നെക്സ്റ്റ് കുറഞ്ഞ പക്ഷം അയാളുടെ പ്രായത്തെയെങ്കിലും മാനിക്കൂ. കുറഞ്ഞ പക്ഷം അയാളുടെ പ്രായത്തെയെങ്കിലും മാനിക്കൂ. എങ്ങനെ പറയാമെന്നറിയോ? മൈൻഡ് ഹിസ് ഏജ് അറ്റ് ലീസ്റ്റ്. മൈൻഡ് ഹിസ് ഏജ് അറ്റ് ലീസ്റ്റ്. അയാളുടെ പ്രായത്തെയെങ്കിലും നീ മാനിക്കണം. മൈൻഡ് ഹിസ് ഏജ് അറ്റ് ലീസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ആളും തരവും കണ്ടു വേണം സംസാരിക്കാൻ. ആളും തരവും നോക്കിയിട്ട് വേണം നീ സംസാരിക്കാൻ. എങ്ങനെ പറയാമെന്നറിയോ? മൈൻഡ് ഹൂ യു ആർ ടോക്കിംഗ് ടു. മൈൻഡ് ഹൂ യു ആർ ടോക്കിംഗ് ടു. ആളും തരവും കണ്ടു വേണം സംസാരിക്കാൻ എന്ന് വെച്ചാൽ നീ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് നീ ശ്രദ്ധിക്കണം. നീ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് വേണം നീ സംസാരിക്കാൻ. മൈൻഡ് ഹൂ യു ആർ ടോക്കിംഗ് ടു എന്ന് പറയാം കേട്ടോ. മൈൻഡ് ഹൂ യു ആർ ടോക്കിംഗ് ടു. നിൻ്റെ ഡ്രസ്സിങ് നീ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നിൻ്റെ ഡ്രസ്സിങ് നീ ശ്രദ്ധിക്കണം. മൈൻഡ് യുവർ ഡ്രസ് എന്ന് പറയാം കേട്ടോ. മൈൻഡ് യുവർ ഡ്രസ്. ഓക്കെ, ഇനി ആണിയുണ്ട് അവിടെ, സൂക്ഷിക്കണം. എങ്ങനെ പറയാ? മൈൻഡ് ദ നെയിൽസ്. മൈൻഡ് ദ നെയിൽസ്. ആണിയുണ്ട് അവിടെ, സൂക്ഷിക്കണം, മൈൻഡ് ദ നെയിൽസ് എന്ന് പറയാം കേട്ടോ. കത്തിയാണ്, സൂക്ഷിക്കണം, നല്ല മൂർച്ചയുണ്ട്. പറഞ്ഞു നോക്കാം. മൈൻഡ് ദ നൈഫ്. മൈൻഡ് ദ നൈഫ്, ഇറ്റ്സ് ഷാർപ്പ്. മൈൻഡ് ദ നൈഫ്, ഇറ്റ്സ് ഷാർപ്പ്. കത്തിയാണ്, സൂക്ഷിക്കണം, നല്ല മൂർച്ചയുണ്ട്. ചെരുപ്പിട്ട് ഇതുപോലെ കാലിൽ ചവിട്ടരുത്. എങ്ങനെ പറയാ? മൈൻഡ് യുവർ ചപ്പൽസ്. ചെരുപ്പിട്ട് കാലിൽ ചവിട്ടരുത് കേട്ടോ.
മൈൻഡ് യുവർ ചപ്പൽസ് എന്ന് പറയാം. ഓക്കെ, ഒരുമാതിരി ഊമ്പിയ നോട്ടം നോക്കരുത്. എങ്ങനെ പറയാം? മൈൻഡ് യുവർ ഡാമൻഡ് ലുക്ക്, മൈൻഡ് യുവർ ഡാമൻഡ് ലുക്ക്. ഓക്കെ, അല്ലെങ്കിൽ മൈൻഡ് യുവർ ലുക്ക് എന്നും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ്, ഞാൻ പറയുന്നത് കാര്യമാക്കൂ. എങ്ങനെ പറയാം? മൈൻഡ് മൈ വേർഡ്സ്, എൻ്റെ വാക്കുകൾ മൈൻഡ് ചെയ്യണം. മൈൻഡ് മൈ വേർഡ്സ്. ഓർക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? മൈൻഡ് വെച്ചിട്ടുള്ള ഈ വാക്കുകളൊക്കെ നമുക്ക് ഓർക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറന്നു പോവില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് സെൻറ്റൻസ് പറയണം, നിൻ്റെ ബാഗാണ് സൂക്ഷിക്കണം. എങ്ങനെ പറയാം? മൈൻഡ് യുവർ ബാഗ്, മൈൻഡ് യുവർ ബാഗ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓർത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളാണ്, ഇമ്പെറേറ്റീവ് സെൻറ്റൻസുകളാണ് നമ്മളെല്ലാം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.